വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എനർജി ടോക്ക് വിത്ത് EMC. അറിവിന് ഊർജം പകരാം. എല്ലാവർക്കും നമസ്കാരം. ലൈറ്റ്നിങ് എന്നൊരു നാച്ചുറൽ ഒരു പ്രതിഭാസമാണ്. നമുക്ക് ആർക്കും അത് തടയാൻ പറ്റില്ല, അതിനെ മോഡിഫൈ ചെയ്യാനും പറ്റില്ല. പക്ഷേ അത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോ ലൈനിനെ സംബന്ധിച്ചോ. അതിനുള്ള ഏക മാർഗം പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. മഴ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മഴ വന്നാൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഒരു കവചം സൃഷ്ടിക്കൽ തന്നെയാണ് ഇവിടെ പ്രൊട്ടക്ഷൻ റിക്വയർമെൻറ്റ് ഓരോ അവസ്ഥയിലും ഡിഫറെൻ്റാണ്, ഡിസൈൻ ഡിഫറെൻ്റാണ്. ചിലപ്പോൾ വേണ്ട എന്ന് വരാം. എങ്ങനെ ഡിസൈഡ് ചെയ്യാം പ്രൊട്ടക്ഷൻ വേണോ വേണ്ടേ, വേണമെങ്കിൽ ഏത് ലെവൽ എന്ന് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈറ്റ്നിങ് റിസ്ക് അസസ്മെൻ്റാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മുടെ പഴയ IS 29-23-09 ഇപ്പോഴും പലരും അതനുസരിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നിലവിലില്ല, നോ മോർ വാലിഡ്. ഇപ്പോൾ വാലിഡ് ആയതാണ് IS/IEC 62305 പാർട്ട് 1 to 4. അതിൽ IS 62 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലൈറ്റ്നിങ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അത് 4 പാർട്ടിലുണ്ട്, എല്ലാം വിശദീകരിച്ചാണ്. എന്നാലും പാർട്ട് 2 ആണ് റിസ്ക് അസസ്മെൻറ്റിനെ കുറിച്ചുള്ളത്. എന്താണ് റിസ്ക് അസസ്മെൻറ്റിൽ ഡിറ്റർമിൻ നീഡ് ഓഫ് ലൈറ്റിംഗ്? ആവശ്യമുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ ഏത് ലെവല്, അതിൻ്റെ ഫ്രീക്വൻ്റായിട്ട് അത് വരുന്നുണ്ടോ, ആ ഫ്രീക്വൻസി. 2010 വേർഷനാണ്, അതാണ് നിലവിലെ IS/IEC. ഞാൻ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടാവും 2024-ലെയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റമാണ്. ഫ്രീക്വൻസി ഓഫ് ഡാമേജ് ഓഫ് ലൈറ്റ്നിങ് ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻ്റായിട്ട് എങ്ങനെ ലൈറ്റ്നിങ് ഉണ്ടാകുന്നു, സെലക്ഷൻ, ഡിസൈൻ, ഈ റിസ്ക് അസസ്മെൻറ്റ് നമുക്ക് ലഭ്യമാകും. ശരിക്ക് റിസ്ക് അസസ്മെൻറ്റ് നടത്തി പ്രൊട്ടക്ഷൻ നടത്തി കഴിഞ്ഞാൽ സേഫ് എൻവയോൺമെൻറ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി റിസ്ക് അസസ്മെൻറ്റ് കൊണ്ട് കിട്ടുന്നത് ആദ്യം തന്നെ കണക്കാക്കുന്നത് ലൈറ്റ്നിങ്ങിൻ്റെ സിവിയറിറ്റിയാണ് ഏത് ലെവൽ വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യണേ. പ്രൊട്ടക്ഷൻ ലെവൽസ് ഡിഫറെൻറ്റ് സ്ട്രക്ചറിന് റിക്വയർമെൻറ്റ് വേറെയാണ്. ഒരേ സ്ട്രക്ചർ ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണെങ്കിൽ ലെവൽ വ്യത്യാസം വരും. സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഫങ്ഷൻ ആണെങ്കിൽ ഡിഫറെൻ്റാണ്. 4 ലെവലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്: ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഈ ലെവൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൈറ്റ്നിങ് സ്ട്രൈക്ക് പോയിൻറ്റ്സാണ്. ഇത് 2024-ത്തെ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ചെറിയ മാറ്റങ്ങളാണ്, അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേത് ഫ്ലാഷ് ഡെൻസിറ്റി ആയിരുന്നു. പ്രോബബിൾ ഡാമേജ് ഓഫ് ഇഞ്ചുറീസ്, ഇതാണ് ഒരു ഘടകം. പിന്നെ റിഡക്ഷൻ ഓഫ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ്. നമ്മൾ ബിൽഡിങ് പണിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ റിഡക്ഷൻ. അല്ലെങ്കിൽ നാച്ചുറൽ സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ ഇപ്പോൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് ലൈറ്റ്നിങ്ങിൻ റിഡക്ഷൻ അത് കൺസിഡർ ചെയ്യും. സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യും. അതെല്ലാം ആ റിസ്ക് അസസ്മെൻറ്റ് നമ്മൾ കണക്കാക്കുന്നുണ്ട്. 4 തരം റിസ്ക് അസസ്മെൻറ്റ് റിസ്ക് പോയിൻറ്റ്സ് ആണ്. ഡയറക്റ്റ് സ്ട്രക്ചറിൽ, ഡയറക്റ്റ് സ്ട്രക്ചറിൻ്റെ അടുത്ത് ഇൻഡയറക്റ്റ് സ്ട്രോക്ക്, ലൈനിൽ ഡയറക്റ്റ്, ലൈനിൻ്റെ അടുത്ത് ഇൻഡയറക്റ്റ് സ്ട്രോക്ക്. ഇവിടെ നോക്കാൻ കാണാം ലൈറ്റ്നിങ് സ്ട്രക്ചറിലുള്ളത് നിയർ, ലൈറ്റ്നിങ് ലൈൻമേ ഡയറക്റ്റ്. ഈ 4 കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യും ലൈറ്റ്നിങ് ഇത് ചെയ്യുമ്പോൾ. റിസ്ക് അസസ്മെൻറ്റ് ജനറലി ക്യാരീസ് റിസ്ക് ഓഫ് ഓൾ റിസ്ക് 6. അവിടെ പറഞ്ഞ 4 റിസ്കുകളും ഈ 2024 വേർഷനിൽ 4ഉം ഒരുമിച്ച് ഒരൊറ്റ റിസ്ക്കായിട്ട് കണക്കാക്കുന്നു. പിന്നെയുള്ളത് ഡാമേജസ്, ഫ്രീക്വൻസി ഓഫ് ഡാമേജ്. ഇത് രണ്ടാണ് പുതിയ സ്റ്റാൻഡേർഡിൽ ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. റിസ്ക് അസസ്മെൻറ്റ് എങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ആദ്യം വിത്തൗട്ട് എനി ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ തുടങ്ങും. കാൽക്കുലേറ്റ് റിസ്ക് ടോളർ ലിമിറ്റിൽ താഴെയാണെങ്കിൽ നോ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ. നമ്മുടെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാവും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ആസ് പെർ IS ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതിയിട്ട് റിസ്ക് അസസ്മെൻറ്റിൽ
എന്തിനാണ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? റിസ്ക് വിത്തിൻ ലിമിറ്റിലാക്കാനാണ്. പ്രൊട്ടക്ഷൻ ഇല്ലാതെ തന്നെ വിത്തിൻ ലിമിറ്റിലാണെങ്കിൽ പിന്നെ എന്തിനാ റിസ്ക്? അപ്പോൾ റിസ്ക് അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇഫ് കാൽക്കുലേറ്റഡ് റിസ്ക് കൂടുതലാണെങ്കിൽ ഓഫ് കോഴ്സ്. അപ്പോൾ 3 തരം ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ മെഷേഴ്സാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുക. LPS, എക്സ്റ്റേണൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, LPS. അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഡിഫറെൻറ്റ് ലൈറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ്. പഴയതിൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറയാം. അത് രണ്ടും എക്സ്റ്റേണലാണ്. ഇൻറ്റേർണലാണ് SPD. ഇതേപോലെ തന്നെയാണ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വിത്തിൻ ലിമിറ്റിലാണെങ്കിൽ വേണ്ട, ലിമിറ്റ് എക്സീഡ് ചെയ്താൽ വേണം. എന്തൊക്കെയാണ് മേജർ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ? ആനുവൽ ലൈറ്റ്നിങ് സ്ട്രൈക്ക് പോയിൻറ്റ്സ്, ജോമെട്രി ഓഫ് ദി ബിൽഡിംഗ്, ലെങ്ത് ഓഫ് ലൈൻസ്, ലൊക്കേഷൻ ഓഫ് സ്ട്രക്ചർ, നമ്പർ ഓഫ് പേഴ്സൺ ഇൻസൈഡ് ദ സ്ട്രക്ചർ, സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, ഫയർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡഡ്, ഫങ്ഷൻസ് ഓഫ് ദി സ്ട്രക്ചർ. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് ഫ്ലാഷ് ഡെൻസിറ്റി മാപ്പ് ഇന്ത്യ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു കളർ ബാൻഡ് ഉണ്ട്. ആ കളർ ബാൻഡിൽ നീല, ഹാർഡ് നീലയുള്ളിടത്ത് 0 ആണ് റിസ്ക്, ഐ മീൻ ലൈറ്റ്നിങ് ഡെൻസിറ്റി. നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ ഏകദേശം 20, 25, 20, 15, 20 അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത്രയും ഫ്ലാഷ് ഡെൻസിറ്റി, ഫ്ലാഷസ് പെർ സ്ക്വയർ കിലോമീറ്റർ പെർ ഇയർ. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ലൊക്കേഷൻ ഓഫ് ദി സ്ട്രക്ചർ എന്തൊക്കെയാണ്? ഹയർ ഒബ്ജക്ട്സിൻ്റെ സറൗണ്ട് ചെയ്തതാണെങ്കിൽ റിസ്ക് കുറവ്, സെയിം ഹൈറ്റിലാണെങ്കിൽ റിസ്ക് കുറച്ചുകൂടി കൂടി, നോ ഒബ്ജക്ട്സ് ചുറ്റുപാടൊന്നും ഇല്ലെങ്കിൽ റിസ്ക് സ്വല്പം കൂടി, ഹിൽ ടോപ്പിലാണെങ്കിൽ വളരെ. ഇതിനൊക്കെയും പ്രോബബിലിറ്റി വാല്യൂസ് വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ആ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കണക്കാക്കും. ഇനി ഡേഞ്ചറസ് പൊസിഷനിൽ, അതായത് ഇപ്പോൾ റൂഫ് ടോപ്പിൽ അല്ലെങ്കിൽ വരാതെ എല്ലാ സൈഡിലേക്കും മാൻ അവേഴ്സ് എത്ര പെർ ഇയർ, അത് റിസ്കിന് കൂടുതൽ നേരം, കൂടുതൽ ദിവസം, കൂടുതൽ മണിക്കൂർ ഒരാൾ എക്സ്പോസ്ഡ് ഏരിയയിൽ, ഡയറക്ട് സ്ട്രോക്കിൻ്റെ ഏരിയയിൽ ഉണ്ടെങ്കിൽ അവിടെ റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ കൂടുതൽ നേരം അവിടെ എക്യുപ്മെൻറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യമില്ലാണ്ടും റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും വെച്ചാലും അത് എല്ലാം റിസ്ക് കൂടുതൽ വരുത്താനായി സാധിക്കും. സറൗണ്ടിങ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിന് ചുറ്റും റേഡിയോ ആക്റ്റീവ് കെമിക്കൽസോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് എമിഷനോ ഉള്ളതുണ്ടെങ്കിൽ റിസ്ക് കൂടി. പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ടെങ്കിൽ അതിനും ഡാമേജ് വരാൻ പാടില്ല, അപ്പോഴും റിസ്ക് ഇവിടെ കൂടുതലാണ്. പിന്നെ ഫയർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? നോ ഫയർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ്, റിസ്ക് വളരെയധികം. മാനുവൽ എക്സ്റ്റിങ്വിഷേഴ്സ് ആണെങ്കിൽ ഒരു ലെവല്, ഓട്ടോമാറ്റിക്കാണ്, അലാം ഉണ്ടെങ്കിൽ റിസ്ക് സ്വല്പം കുറവാണ്. അപ്പോൾ ഈ വക പാരാമീറ്റേഴ്സ് നമ്മൾ ഫീഡ് ചെയ്യണം. ഫങ്ഷൻസ് ഓഫ് ദ ബിൽഡിംഗ് ആണെങ്കിലോ, ബിൽഡിംഗ് വിത്ത് റിസ്ക് എക്സ്പ്ലോഷൻ, കെമിക്കലൊക്കെ സൂക്ഷിക്കുന്ന ആണെങ്കിൽ അവിടെ റിസ്ക് കൂടും. ഓപ്പറേഷൻ തിയേറ്റർ, ICU വളരെയധികം റിസ്ക് ഉള്ളൊരു സ്ഥലമാണ്. ഓപ്പറേഷൻ തിയേറ്ററും ICU ഇല്ലാത്ത ഹോസ്പിറ്റല്. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററും ICU ഉള്ള കേസിൽ സാധാരണഗതിയിൽ ലെവൽ 1 തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ നോക്കിയാൽ കാണാം ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 ആണ്. ലെവൽ 1 തന്നെ റിസ്ക് കിട്ടാൻ, ലെവൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് അഡീഷണൽ റിക്വയർമെൻറ്റ് വെച്ചിട്ടാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡിലുള്ളൊരു കേസ് സ്റ്റഡിയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ്. അവിടെ സാധാരണ ലെവൽ 1 കൊടുത്തിട്ട് ഇത് ചെയ്യാണ്ട് ബെറ്റർ ദാൻ ലെവൽ 1 എന്ന് പറഞ്ഞൊരു SPD പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ അത് വിത്തിൻ ലെവലിലാക്കിയത്. ആ ഒരു സ്റ്റാൻഡേർഡ് 6304 കേസ് സ്റ്റഡിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കേസ് അതാണ്. പക്ഷേ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഒക്കെ നോക്കിയാലും കാണാം മിക്കവാറും ലെവൽ 2, ലെവൽ 3. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. കൾച്ചറൽ ഹെറിറ്റേജ്, മ്യൂസിയം, ചർച്ച്, പവർ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ഇതിനെല്ലാം പ്രോബബിലിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡിൽ. എൻവയോൺമെൻറ്റ് റൂറലാണോ, സബർബനാണോ, അർബനാണോ, അർബൻ വിത്ത് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ അനുസരിച്ച് റിസ്കുകൾ കൂടും കുറയുകയും ചെയ്യും. അതർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്
എച്ച് വി ട്രാൻസ്ഫോമറുള്ള പവർ ലൈനാണോ അതോ സാധാരണ എൽ വി പവർ ലൈനും ടെലികോം കമ്മ്യൂണിക്കേഷനാണോ ഒരു കാറ്റഗറി. ഇനി ഇതിൽ തന്നെ പവറിനും ടെലികോമിനും ഡിഫറെൻറ്റ് പ്രോബബിലിറ്റി. ലൈൻ റൂട്ടിംഗ് ഏരിയയിലാണോ ബറീഡാണോ, റൂഫ് ടോപ്പ് എക്യുപ്മെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആണോ അല്ലയോ, ഇതെല്ലാം മെറ്റാലിക് ആണോ റീൻഫോഴ്സ്ഡ് ആണോ, സ്ട്രക്ചർ മെറ്റാലിക് ആണോ റീൻഫോഴ്സ്, ഇതെല്ലാം കണക്കാക്കിയിട്ട് ഷീൽഡഡ് ആണോ, വയർ ലൈൻ ഷീൽഡഡ് ആണോ, സ്ട്രക്ചർ, ഇതിനെല്ലാം പ്രോബബിലിറ്റി അതിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇഫ് അഗെയിൻ കാൽക്കുലേറ്റഡ് റിസ്ക് കൂടുതലാണെങ്കിൽ ലൈറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് വേണം. എക്സ്റ്റേണൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ഡിഫറെൻറ്റ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ, പിന്നെ SPD ഇൻറ്റേർണലിന്. എക്സ്റ്റേണൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഇതേപോലെ ഏത് ഗ്ലാസ്സാണ് നമുക്ക് ലെവൽ കിട്ടിയ ആ ഗ്ലാസ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇത് 4 ലെവൽ, 4 ഡിസൈൻ, 4 ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റാണ്. ലെവൽ 1 കൂടുന്തോറും, ലെവൽ 4 നിന്ന് 3, 2, 1 എത്തുന്തോറും ഇതിൻ്റെ കോസ്റ്റ് കൂടും, ഡിസൈൻ മാറി മാറി വരും. അപ്പോൾ പ്രോപ്പർ അസസ്മെൻറ്റ് ചെയ്ത് പ്രോപ്പർ ഡിസൈൻ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ലെവൽ 1 ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും. 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന് പ്രൊട്ടക്ഷൻ ആംഗിൾ മെത്തേഡ്. ആ പ്രൊട്ടക്ഷൻ ആംഗിളിനകത്ത് വരുന്നത് ലൈറ്റ്നിങ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എക്യുപ്മെൻറ്റ്സ് സ്ട്രക്ചർ. ഇതിൻ്റെ ആംഗിള് അല്ലെങ്കിൽ കോൺ ഡിപ്പെൻഡ് ചെയ്ത് ടു ലെവൽ 1 ആണ്. ലെവൽ 1 നാരോ ആംഗിളായിരിക്കും പ്രൊട്ടക്ഷൻ ആംഗിൾ, ലെവൽ 4 വൈഡായിരിക്കും. അടുത്തത് റോളിംഗ് സ്പിയർ മെത്തേഡാണ്. റോളിംഗ് സ്പിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറാണെങ്കിൽ ഈ റോളിംഗ് സ്പിയർ ഉരുട്ടി കൊണ്ടുപോയി ടച്ച് ചെയ്യുന്ന 2 പോയിൻറ്റിന് താഴെയുള്ള ഭാഗം പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ പ്രൊട്ടക്റ്റഡ് അല്ല. അവിടേക്കും എയർ ടെർമിനലിൻ്റെ മെഷോ റോഡോ ഷീൽഡോ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ കാണാം റോളിംഗ് സ്പിയർ ഗ്രൗണ്ടിലും ബിൽഡിങ്ങിലും ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്ത പോയിൻറ്റിന് താഴെ പ്രൊട്ടക്റ്റഡ് ആണ്. അവിടെയുള്ള എൻട്രൻസ് പോയിൻ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. അതിന് മുകളിൽ പ്രൊട്ടക്റ്റഡ്, അതുകൊണ്ട് അവിടെ എയർ ടെർമിനേഷൻ പ്രൊവൈഡ് ചെയ്തു, ഗ്രിഡാണെന്ന് മാത്രം. അപ്പോൾ അതിൽ തന്നെ ആംഗിൾ ടൈപ്പും പ്രൊട്ടക്ഷൻ ആംഗിളും കൊടുത്തിട്ടുണ്ട്. ആ ആദ്യത്തെ സ്പിയറിൽ നോക്കിയാൽ കാണാം കൂടുതൽ ആക്യുറസി അല്ലെങ്കിൽ സേഫ് സ്പിയറാണ്. കാരണം നോക്കിയേ, പ്രൊട്ടക്ഷൻ ആംഗിളിൻ്റെ ഹാർഡ് നീല പവർ പ്രൊട്ടക്റ്റഡ് അല്ല ഈ കേസിൽ, പക്ഷേ ആംഗിൾ ഇതിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ ലൈറ്റ് ബ്ലൂ അതിന് താഴെ പ്രൊട്ടക്റ്റഡ് ആണ്, പക്ഷേ പ്രൊട്ടക്ഷൻ ആംഗിളിൽ പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ ചെറിയൊരു ഇതുണ്ട്, പക്ഷേ മോർ ആക്യുറേറ്റ് എപ്പോഴും റോളിംഗ് സ്പിയറാണ്. ഇവിടെ നോക്കി കാണാം വലിയൊരു ബിൽഡിങ്, ദെൻ ആ സ്പിയർ റോൾ ചെയ്ത് വന്നു, മുട്ടിന് താഴെ ആദ്യത്തെ ബിൽഡിങ് പ്രൊട്ടക്റ്റഡ് ആണ്. മുകളിൽ ഉരുട്ടുമ്പോൾ അത് മുകളിൽ റൂഫ് മോരൻ്റെ പോവുക, അവിടെ പ്രൊട്ടക്റ്റഡ് അല്ല. അവിടെ ലൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പാരപ്പറ്റുമ്പോൾ ലൈറ്റ്നിങ് ഇത് വയ്ക്കണ അതേ സെയിം സാധനം കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്പിയർ 2 ബിൽഡിങ്ങിലാണ് മുട്ടിയത്, അതിൻ്റെ അടിയിലുള്ള എല്ലാ ബിൽഡിങ്ങും പ്രൊട്ടക്റ്റഡാണ്. ഈ സ്പിയർ റേഡിയസ് ഡയമീറ്റർ ഡിപ്പെൻഡിങ് എന്തിനാ ലെവലിനാണ്. ലെവൽ 1 ചെറിയ സ്പിയർ ആയിരിക്കും, ലെവൽ 4 വലിയ സ്പിയർ ആയിരിക്കും. പ്രൊട്ടക്ഷൻ കുറവായിരിക്കും എന്നർത്ഥം. ലെവൽ 1 പ്രൊട്ടക്ഷൻ കുറയും. ആംഗിൾ പ്രൊട്ടക്ഷൻ റൂഫ് ടോപ്പിൽ നമ്മൾ ഉണ്ടാകുന്ന ലൈറ്റ്നിങ് റോഡിൻ്റെ സ്പിയറിൽ സ്പിയറിൻ്റെ പ്രൊട്ടക്ഷൻ സ്പേസിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, റോഡാണെങ്കിൽ റോഡിൻ്റെ കോണിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. പിന്നെ അവിടെ നോക്കേണ്ട ഒരു കാര്യം, സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടക്ടർ, ലൈറ്റ്നിങ് റോഡ്, ഇതിൻ്റെയൊക്കെയും എത്ര അകലെ വയ്ക്കാം, എക്യുപ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, സേഫ് ഡിസ്റ്റൻസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ നമ്മുടെ ആക്ച്വൽ ഡിസ്റ്റൻസ് അതിലും കൂടുതലായിരിക്കുന്നു, സേഫ് ഡിസ്റ്റൻസ്. കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ അതൊരു എയർ ടെർമിനലായിട്ട് ഉപയോഗിക്കാം. റൂഫ് കണ്ടക്റ്റിംഗ് മെറ്റാലിക് കേസ് ഉണ്ടെങ്കിൽ നമുക്ക് 4 mm തിക്നെസ്സുള്ള സ്റ്റീലാണെങ്കിൽ അതുതന്നെ എയർ ടെർമിനലായിട്ട് ഉപയോഗിക്കാം. 5 mm തിക്നെസ്സുള്ള കോപ്പർ ആണെങ്കിൽ വേറെ ലൈറ്റ് വേണ്ട,
അലൂമിനിയം 7 mm ആണെങ്കിൽ അത് വിസ്റ്റാൻഡ് ചെയ്തോളും ടെർമിനലായിട്ട്. ഡിഫറെൻറ്റ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഡിഫറെൻറ്റ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ അഡീഷണൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ്. വാർണിംഗ് നോട്ടീസ്, കുറച്ച് റിസ്ക് കുറയും. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ, എക്സാമ്പിൾ ഡൗൺ കണ്ടക്ടർ ഇൻസുലേറ്റഡ് ആക്കാം, എക്സ്പെൻസീവാണ്, റിസ്ക് കുറയും. ഇക്വിപൊട്ടൻഷ്യൽ സോയിൽ ഇക്വിപൊട്ടൻസേഷൻ, മെഷ് എർത്തിങ് ടെർമിനേഷൻ കുറച്ച് കുറയും. നാച്ചുറൽ, നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ ഫ്രെയിം വർക്ക്, റീഇൻഫോഴ്സ്മെൻറ്റ്, അതിനൊക്കെ റിസ്കുകൾ കുറയും. ലാസ്റ്റ് ആക്സസ് റെസ്ട്രിക്ഷൻ, ഫിസിക്കൽ ബാരിയേഴ്സ്, അവിടെ പോവാതെ നോക്കുക, റെസ്ട്രിക്ഷൻ കൊടുക്കുക. അറ്റ കൈക്ക് അതാ മാർഗമുള്ളൂ. ഇതൊക്കെയാണ് അഡീഷണൽ പ്രൊട്ടക്ഷൻ. ഇതൊരു ടിപ്പിക്കൽ ഇതാണ്. പ്രൊട്ടക്റ്റ് അവർ സിസ്റ്റം, പ്രൊട്ടക്റ്റ് അവർ ലൈഫ്സ്. എനർജി ടോക്ക് വിത്ത് EMC, അറിവിന് ഊർജം പകരാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ Energy Management Center Kerala. Thank you.